നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭരണകാലത്ത് ആലപ്പുഴയിലെ ഒരു പ്രമുഖ സർക്കാർ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം പറയാം. എൻ്റെ തന്നെ ഒരു ബന്ധുവിനെ ഷുഗർ പേഷ്യൻറ്റിനെ തുടർന്ന് വ്രണം വന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ചികിത്സ. അവസാനം ഡോക്ടർമാർ പറഞ്ഞു കാല് മുറിച്ച് കളയണം എന്നായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ മുടന്തി നടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് കടം വാങ്ങിയെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടുത്തെ ചികിത്സയിൽ കാല് മുറിച്ച് കളയാതെ തന്നെ ഭേദമായി. അതുപോലെ എത്രയോ പേർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കാല് മുറിച്ച് കളയണം എന്ന് വിധി കേട്ട് പണം കടം വാങ്ങി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി കാൽ രക്ഷിച്ചെടുക്കുന്നവർ. സർക്കാർ സംവിധാനത്തിൽ നടക്കാത്തത് എങ്ങനെയാണ് സ്വകാര്യ മേഖലയിൽ നടക്കുന്നത്? പ്രൈവറ്റ് ആശുപത്രികളെ വളർത്തുവാൻ വേണ്ടി സർക്കാർ ആശുപത്രികളെ ബോധപൂർവം തകർക്കുകയായിരുന്നോ? സാധാരണക്കാരൻ എങ്ങോട്ട് പോകും? ഒന്നുകിൽ കാല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇതാണോ നമ്മുടെ നാട്? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുരളീധരൻ നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് പുതുജീവൻ നൽകുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ ഈ അനാസ്ഥകൾക്ക് ഇനിയെങ്കിലും അറുതി വരുത്തണം. വ്രണമുണക്കുവാൻ പോലും ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തതാണോ? അതോ ചികിത്സിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടാണോ? എന്തായാലും നമ്മുടെ സർക്കാർ ആശുപത്രികൾ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അധികാരികൾക്ക് കഴിയട്ടെ.